ഇസ്രയേൽ എന്ന രാഷ്ട്രം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യം ഒരേ സമയം പുറത്തു നിന്നുള്ള ശത്രുക്കളെ നേരിടുമ്പോൾ തന്നെ ഉള്ളിൽ മതവും ഭരണകൂടവും തമ്മിലുള്ള പോരാട്ടം തെരുവുകളെ യുദ്ധകളമാക്കി മാറ്റിയിരിക്കുകയാണ്. തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ ഇപ്പോൾ കേവലം ഒരു മുദ്രാവാക്യം വെളിയിൽ ഒതുങ്ങുന്നില്ല. മറിച്ച് അത് രാജ്യത്തിന്റെ സൈനിക സുരക്ഷാ സംവിധാനങ്ങളെ പോലും നേരിട്ട് വെല്ലുവിളിക്കുന്ന അക്രമാസക്തമായ കലാപമായി പരിണമിച്ചിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് IDF മിലിറ്ററി പോലീസ് ചീഫ് യുവാൽ യാമിന്റെ വീടിന് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണം. ഈ സംഘർഷങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്നത് ഇസ്രയേലിലെ നിർബന്ധിത സൈനിക സേവന നിയമമാണ്. രാജ്യത്തെ എല്ലാ പൗരന്മാരും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കണമെന്ന നിയമം നിലവിലുണ്ടെങ്കിലും മതപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യെശിവ വിദ്യാർത്ഥികൾക്ക് ഇതിൽ നിന്ന് ഇളവ് നൽകണമെന്നത് ദശകങ്ങളായുള്ള തർക്ക വിഷയമാണ്. എന്നാൽ സമീപകാലത്തുണ്ടായ കോടതി വിധി ഈ ഇളവുകൾ റദ്ദാക്കുകയും വിദ്യാർത്ഥികളെ സൈന്യത്തിലേക്ക് നിർബന്ധപൂർവ്വം വിളിക്കുകയും ചെയ്തതോടെയാണ് ജെറുസലേം ഫാഷൻ പോലുള്ള തീവ്ര നിലപാടുള്ള ഗ്രൂപ്പുകൾ പരസ്യമായ കലാപത്തിന് ആഹ്വാനം ചെയ്തത്. തങ്ങളുടെ മതപരമായ അസ്തിത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് അവർ ഈ നീക്കത്തെ കാണുന്നത്. ഹെർസ്ലിയയിൽ വെച്ച് നെഹോറായി ബാച്ചർ എന്ന വിദ്യാർത്ഥിയെ സൈനിക സേവനത്തിൽ നിന്ന് വിട്ടുനിന്നതിന് അറസ്റ്റ് ചെയ്തതോടെയാണ് നിലവിലെ സ്ഫോടനാത്മകമായ സാഹചര്യം ഉടലെടുത്തത്. ഈ അറസ്റ്റിനെ ഒരു റെഡ് ലൈൻ ലംഘനമായാണ് ജൂത മതമൗലികവാദികൾ വിശേഷിപ്പിച്ചത്. ആത്മീയ നേതാവായ ആശ്രിയൽ ഔർബാച്ചിന്റെ ആഹ്വാനപ്രകാരം ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ബിനയ് ബ്രാക്ക് പോലുള്ള നഗരങ്ങളിൽ ഹൈവേകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഇത് രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസുകൾക്കും സാധാരണക്കാരായ യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. അഷ്കലോണിൽ IDF മിലിറ്ററി പോലീസ് ചീഫിന്റെ വീട് ലക്ഷ്യം വെച്ചുള്ള നീക്കം ഇസ്രയേൽ പ്രതിരോധ സേനയെ ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ വീട്ടിലിട്ട് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ ഒരു ജനാധിപത്യ രാജ്യത്തിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. വീടിന്റെ മതിൽ ചാടിക്കടക്കാനും ഉള്ളിലേക്ക് ഇരച്ചു കയറാനും പ്രതിഷേധക്കാർ ശ്രമിച്ചപ്പോൾ പോലീസ് കടുത്ത ബലപ്രയോഗം നടത്തി. ലാത്തിചാർജിലും സംഘർഷത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റു. ഇത് കേവലം ഒരു പ്രതിഷേധമല്ല, മറിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഈ ആഭ്യന്തര കലാപം ഇസ്രയേലിന്റെ സൈനിക വീര്യത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായ ചോദ്യമാണ്. വിദേശ രാജ്യങ്ങളുമായുള്ള യുദ്ധമുഖത്ത് നിൽക്കുന്ന സൈനികർക്ക് സ്വന്തം നാട്ടിൽ തങ്ങളുടെ കുടുംബങ്ങൾ സുരക്ഷിതരല്ലെന്ന ബോധം വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കും. കൂടാതെ സൈന്യത്തിലേക്ക് പുതിയ ആളുകളെ ചേർക്കുന്ന പ്രക്രിയ തടസ്സപ്പെടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും. മതേതര ഇസ്രയേലികളും മതമൗലികവാദികളും തമ്മിലുള്ള വിടവ് ഇത്രയധികം വർദ്ധിച്ച മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നയതന്ത്ര രാഷ്ട്രീയ പരീക്ഷണമാണ്. ഒരു വശത്ത് സൈനിക നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ബാധ്യത, മറുവശത്ത് ശക്തമായ വോട്ട് ബാങ്കായ മതവിഭാഗങ്ങളെ പിണക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം. ഇതിനിടയിൽപ്പെട്ട് ഇസ്രയേൽ പോലീസ് കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇതിനകം 25ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതിഷേധം അടങ്ങുന്ന ലക്ഷണങ്ങൾ കാണുന്നില്ല. തോറ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നു എന്ന വൈകാരികമായ പ്രചരണം നടത്തി കൂടുതൽ ആളുകളെ തെരുവിലിറക്കാനാണ് സംഘാടകരുടെ നീക്കം. വരും ദിവസങ്ങളിൽ ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളെല്ലാം ഈ ആഭ്യന്തര യുദ്ധ സമാനമായ സാഹചര്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.